ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളുടെ സമയം തന്നെയാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു ജീവിതമല്ലേ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും, എത്ര സമയം ജീവിച്ചിരിക്കും എന്നൊന്നും നമുക്ക് ചിന്തിക്കാനും പോലും പറ്റാത്തൊരു കാര്യം തന്നെയല്ലേ. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കാര്യവും നമുക്ക് ഒരിക്കലും എപ്പോൾ നമ്മളുടെ കഴിഞ്ഞ സമയം എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം വരെയുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സമയം നമ്മൾ കഴിഞ്ഞു പോയ ആ ഓരോ നിമിഷങ്ങളും വലിയ ഒരു എത്രത്തോളം നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ഒരു സമയം തന്നെ ഒരു മിനിറ്റ് പോലും നമ്മൾ പാഴാക്കാതെ അത് നമ്മൾ ഒരു നിമിഷം പോലും അത് പാഴാക്കാതെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക അല്ലേ. അത് ശീലിക്കുക നമ്മളുടെ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ആ ഒരു സമയം ഭയങ്കരമായിട്ട് വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടത് തന്നെയാണല്ലോ. നമ്മുടെ ആ ഒരു നിമിഷത്തെ, നമ്മുടെ ആ ഒരു ശ്വാസം നിലച്ചു പോകുന്ന ആ നിമിഷം, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അതോടുകൂടി കഴിഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ആ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് തന്നെയാണ് നമ്മളെ മറ്റുള്ളവർക്ക് ഓർത്തിരിക്കുകയാണ് നമ്മൾക്ക് ആ ഒരു സന്തോഷം ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ സമയവും അത് അത്രത്തെ വാല്യൂയോട് കൂടിയും അതുപോലെ പ്രാധാന്യത്തോടു കൂടി നമ്മളത് സെറ്റ് ചെയ്യണം. നമ്മളുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം, അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥനയ്ക്കോ നമ്മളുടെ ദൈവികമായ കാര്യങ്ങൾക്ക് നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമ്മൾ ആ ഒരു സെറ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മുടെ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പം അത്തരത്തിലൊന്ന് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സമയം നമ്മൾ നല്ല രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതത്തിൽ വലിയൊരു വിജയമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. കാരണം വേറൊന്നുമല്ല, ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് മാറാനായിട്ട് തയ്യാറാവുക. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത്, കാരണം നമ്മൾ ഓരോ നിമിഷം എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് അത് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറാവുക. അത്തരത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.